നിങ്ങളൊരു ആപ്പിൾ യൂസർ ആണെങ്കിൽ ബാക്കിലോട്ട് ഒരു 8 വർഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കാര്യം ആപ്പിളിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ നടക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഈ ഐഫോണിന്റെ പ്രോ മോഡൽസ് ഇറങ്ങുന്നത് എങ്ങനെയായിരുന്നു? സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡി ആയിരുന്നു അല്ലേ? അന്ന് അവർ പറയുന്നത് എന്താണ്? പ്രോ മോഡൽസിനൊക്കെ സ്ട്രോങ്ങസ്റ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് വരുന്നത്, അതുപോലെ പ്രോ മോഡൽസ് അല്ലാത്ത വേർഷൻസിനൊക്കെ വരുന്നത് അലൂമിനിയം ഫ്രെയിം ആണെന്ന് പറഞ്ഞു. സ്ലോലി മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ 15 പ്രോയും 16 പ്രോയുടെയും കേസ് വന്നപ്പോൾ അവർ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിന്ന് നേരെ ടൈറ്റാനിയത്തിലേക്ക് മാറി. ടൈറ്റാനിയത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ഹ്യൂജ് അപ്ഡേറ്റ് എന്നാണ് അവരുടെ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നത് അല്ലേ? അവരപ്പോൾ പറഞ്ഞത് എന്താണ്? നല്ല പ്രീമിയം ഫീൽ കിട്ടും, ലൈറ്റ് വെയിറ്റ് ആണ്. ആ വെയിറ്റിന്റെ റിഡക്ഷൻ തന്നെയാണ് അവർ എടുത്ത് പറഞ്ഞിരുന്നത്. 2017 തൊട്ട് 2022 വരെ അവർ യൂസ് ചെയ്തിരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരുന്നു പ്രോ മോഡൽസിൽ. പിന്നെ ഒരു 2 വർഷം അവർ നേരെ ടൈറ്റാനിയത്തിലേക്ക് ചാടി. ടൈറ്റാനിയത്തിലേക്ക് അവർ വന്നെങ്കിലും അധിക കാലം അവിടെ പിടിച്ചു നിന്നില്ല. വീണ്ടും അവർ പഴയ അലൂമിനിയം ഫ്രെയിമിലേക്ക് പോയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഡിവൈസസിലൊക്കെ പ്രോ മോഡൽസിൽ. എന്തിനായിരിക്കും ഈ പ്രോ മോഡൽസിൽ ആപ്പിൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരുന്ന സമയത്ത് ഒരു ലക്ഷൂറിയസ് ഫീൽ ആയിരുന്നു കിട്ടുന്നത്, പ്രീമിയം ഫിനിഷ്. പക്ഷെ അതിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചോ? അതായത് നമ്മുടെ ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആയിരുന്നു. നമ്മൾ കയ്യിൽ നിന്ന് ഫിംഗർ പ്രിന്റ് അടിച്ചങ്ങോട്ട് പോകും. നമ്മളൊന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്താൽ തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് ആ ഫോണിൽ അതേപടി കാണാൻ പറ്റുമായിരുന്നു അല്ലേ? പക്ഷേ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ വന്ന സമയത്ത് അതിന്റെ മേജർ ഡ്രോബാക്ക് എന്തായിരുന്നു? അത് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മുടെ ഈ ഐഫോൺ പ്രോ യൂസേഴ്സ് ഒക്കെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് രാവിലെ ഒന്ന് ജോഗിങ്ങിന് പോയി നോക്കുക, അപ്പോൾ മനസ്സിലാവും അതിന്റെ ആ ഒരു ഹെവിനെസ്. ഐഫോൺ 15 പ്രോ വന്നപ്പോഴേക്കും അവർ ഈ പറയുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിന്നും ടൈറ്റാനിയത്തിലേക്ക് മാറി. ടൈറ്റാനിയത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഹ്യൂജ് അപ്ഡേറ്റ് ആയിട്ടാണ് അവരത് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അത് കുറച്ചുകൂടെ പ്രീമിയം ഫീൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അതിന്റെ വെയിറ്റ് കണ്ടമാനം റെഡ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ടൈറ്റാനിയം ആയതുകൊണ്ട് തന്നെ വെയിറ്റ് കുറഞ്ഞാലും കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിരുന്നു ഇതിന്റെ മെറ്റീരിയൽ വരുന്നത്. പക്ഷെ എന്താണ്, വെറും 2 വർഷം കൊണ്ട് ഈ പറയുന്ന ടൈറ്റാനിയം ഫ്രെയിമിൽ നിന്നും സ്റ്റെയിൻലെസ് സ്റ്റീലിലേക്കല്ല, അവർ അലൂമിനിയത്തിലേക്കാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന് മേജർ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ആപ്പിളിൽ മെയിൻ ആയിട്ട് അതിന്റെ കോസ്റ്റിൽ, മാനുഫാക്ചറിംഗ് പ്രോസസ്സിൽ, ഡിസൈനിലൊക്കെ മേജർ ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് നമുക്കറിയാം ഈ പറയുന്ന അലൂമിനിയം എന്ന് പറയുന്ന സംഭവം ടൈറ്റാനിയത്തിലെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പാണ്. പ്രൊഡക്ഷൻ കോസ്റ്റും ഡിസൈൻ കോസ്റ്റും ഒക്കെ മച്ച് മോർ ചീപ്പറാണ് ഈ പറയുന്ന അലൂമിനിയം ഡിസൈൻ ചെയ്യുമ്പോൾ. പിന്നെ നമുക്കറിയാം ആപ്പിൾ യൂസേഴ്സിന് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഡിവൈസിന്റെ ഹീറ്റിംഗ് അല്ലേ? ഈ പറയുന്ന അലൂമിനിയം യൂസ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഹീറ്റ് ഡിസിപ്പേഷൻ ഈസിയർ ആവും. നമ്മളിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഹൈ എൻഡ് ഗെയിമിംഗ് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഡിവൈസ് ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്യണം. അതിന് ടൈറ്റാനിയത്തിനേക്കാളും സ്റ്റെയിൻലെസ് സ്റ്റീലിനേക്കാളും ബെറ്റർ അലൂമിനിയം തന്നെയാണ്. ഇനി പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ കാര്യം ചിന്തിച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടൈറ്റാനിയം ആയിക്കോട്ടെ, അതിൽ നിന്ന് ബേസിക് ആയിട്ടുള്ള അലൂമിനിയത്തിൽ വരുമ്പോഴത്തേക്കും അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റിൽ കാര്യമായിട്ടൊരു ചേഞ്ച് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു എമൗണ്ട് അവർക്ക് മെമ്മറി ചിപ്പിലും അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസസിലും അല്ലെങ്കിൽ ക്യാമറയിലും അല്ലെങ്കിൽ ബെറ്റർ ബാറ്ററീസിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് 2022 വരെ ഉണ്ടായിരുന്ന ആ അലൂമിനിയം ഫ്രെയിമിലേക്കല്ല ഇപ്പോൾ ആപ്പിൾ എത്തിയിരിക്കുന്നത്. കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രീമിയം ഫീൽ തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അലൂമിനിയം ഡിസൈനിലേക്കാണ് ഇത്തവണ അവർ വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അലൂമിനിയം എന്ന് പറയുന്ന ഒരു ഡൗൺ ഗ്രേഡിംഗ് ആണോ ആപ്പിളിന്റെ സൈഡിൽ നിന്ന്? സോ ആപ്പിൾ ആസ് എ ബ്രാൻഡ് അവർ ചെയ്തിരിക്കുന്നത് ഡൗൺ ഗ്രേഡിംഗ് ആണ്. 2 എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ കളഞ്ഞിട്ടാണ് അവർ ഈ പറയുന്ന ബാക്ക് ടു അലൂമിനിയം വന്നിരിക്കുന്നത്. സോ നമ്മൾ ആസ് എ യൂസർ നമുക്ക് എന്താണ് തോന്നുന്നത്?